ഇന്ന് നമുക്ക് ഞാൻ ഏതിലും തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏതിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാനുണ്ടല്ലോ അത് ഷെയർ ചെയ്യാനും മറന്നുപോയി. പക്ഷേ എന്തൊക്കെയോ കുറച്ച് എനിക്ക് ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് വെച്ച് നോക്കുവാണ്. കാരണം അത് തന്നെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടു, പക്ഷെ ഷെയർ ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അപ്പൊ നമുക്ക് ആ കേക്ക് ഉണ്ടാക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ. ഇതിനായിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര വേണം. എൻ്റെ കയ്യിൽ നമ്മുടെ സാധാ പഞ്ചസാര ഇരിപ്പില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം ബ്രൗൺ ഷുഗർ ഇരിപ്പുണ്ടായിരുന്നു, അത് പൊടിച്ചെടുത്തു. പിന്നെ റൂം ടെമ്പറേച്ചറിലെ ബട്ടറായിരുന്നു വേണ്ടത്. എൻ്റെ റൂം ടെമ്പറേച്ചറൊന്നും അല്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സമയം താമസിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അതെടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് പാല് തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പത്തേനത് ഈ ഒരു പരുവമായിട്ട് വരും. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലിക്കുട്ടും എടുത്ത് ചൂടാക്കാൻ വെച്ചു. ഇതിനകത്തേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ, അരിച്ചെടുത്തതാണ്. പിന്നെ 2 സ്പൂൺ, ചെറിയ സ്പൂണിൽ അളവ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, കൊക്കോ പൗഡറും ഇട്ട് വീണ്ടും പാലൊഴിച്ച് മിക്സ് ചെയ്യും കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ബൗളെടുത്ത് ഒന്നാമത് എല്ലാം കൊണ്ടൊന്നും താഴെ വീഴുന്നുണ്ട്. പിന്നെ ഞാൻ പോയി ആ പാക്ചുല മാറ്റിയിട്ട് ഈ സാധനത്തിൽ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേനും അവിടെ എല്ലാം വന്ന് വീണ്. അപ്പോൾ വീണ്ടും മാറ്റണമെന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കും ലാസ്റ്റ് നല്ലൊരു ബാറ്ററായിട്ട് വരുമ്പോഴത്തേനും. ഇനി നമ്മുടെ നട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഇതിൻ്റെ പേരെന്ത്, വാൾനട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊടിച്ചിട്ടു. അതും കൂടെ മിക്സ് ചെയ്തിരുന്നു. പിന്നെ ഈ ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഈ തട്ടെല്ലാം ഒന്ന് നമുക്ക് എണ്ണയിൽ ഗ്രീസ് ചെയ്ത് ചെറുതാക്കി ആ ട്രെയിൽ മൊത്തം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട്, അത് നിങ്ങൾ ഇടാൻ നിൽക്കരുത് കേട്ടോ, ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. കാരണം നമ്മളൊരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താ സംഭവിക്കുന്നതെന്ന്. അല്ലാണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അത് കട്ടായി. പിന്നെ ഞാൻ ഇവിടെ കഴിയുന്ന സമയത്തെല്ലാം അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെറുതെ ആ ചോക്ലേറ്റ് ചിപ്സ് വാരി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടോ, കൊച്ചു എൻ്റെ ദേഹത്ത് വെള്ളം തട്ടി ഒഴിച്ചായിരുന്നു. അപ്പം നമുക്ക് കേക്ക് നോക്കാം. ഓക്കെ, ഇത് കാണുമ്പോൾ അയ്യേന്ന് വിചാരിക്കരുത്, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ. പണ്ട് ആരോ പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ചിപ്സ് അറേഞ്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ടാറ്റാ.